എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പൈ ചാർട്ട് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഒരു പൈ ചാർട്ട് എങ്ങനെ വരയ്ക്കാം എന്ന് പഠിച്ചു അല്ലേ. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 194 ഏതാനും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് ചോദ്യം? പൈ ചാർട്ട് ബിലോ ഷോസ് ഹൗ ദി ടോട്ടൽ കൾട്ടിവബിൾ ലാൻഡ് ഇൻ എ പഞ്ചായത്ത് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ്. ഒരു പഞ്ചായത്തിലെ വിവിധ തരത്തിലുള്ള വിളകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവിടെയുള്ള കൃഷിസ്ഥലം ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഒരു പൈ ചാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് വിവിധ തരത്തിലുള്ള കൃഷികളെ എത്ര സ്ഥലം ഉപയോഗിച്ച് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു പൈ ചാർട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് കണ്ടാലറിയാം, ഇത്ര സ്ഥലത്ത് വെജിറ്റബിൾ കൃഷി ചെയ്യുന്നു അല്ലേ, അതുപോലെ ഇത്ര ഏരിയയിൽ റബ്ബർ കൃഷി ചെയ്യുന്നു, ഇവിടെ പ്ലാന്റിന് അതായത് വാഴ, ഇവിടെ കോക്കനട്ട്, തെങ്ങ്, ഇവിടെ ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ കൊള്ളി എന്ന് പറയും, അല്ലെങ്കിൽ മരച്ചീനി എന്നൊക്കെ പറയും അല്ലേ. പിന്നെയോ ഇവിടെ ഇത്രയും ഭാഗത്ത് റൈസ് അതായത് അരി നെല്ല് കൃഷി ചെയ്യുന്നു. പിന്നെ ഇത്രയും ഭാഗത്ത് എന്താണ് ബാക്കിയുള്ള കൃഷികൾ, ബാക്കി ഇത് ഒഴികെ ബാക്കിയുള്ള കൃഷികൾ, പലതരത്തിലുള്ള കൃഷികളും ചെയ്യുന്നു. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് യൂസ്ഡ്. ഏത് കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്? പിന്നെയോ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ്. മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് അത് കൃഷി ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൈ ചാർട്ട്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ ഫസ്റ്റ് ഫ്രണ്ട് പേജ് എല്ലാ പത്രത്തിലും കാണാം അല്ലേ. ഇതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയ വോട്ടിൻ്റെ ശതമാനം വെച്ചിട്ട് ഇതുപോലെ ഒരു പൈ ചാർട്ട് കാണാം അല്ലേ. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഇതേപോലെ കള്ളികൾ തിരിച്ചുകൊണ്ട് അല്ലേ നമ്മൾ എപ്പോഴും കാണുന്നതാണത്. അതുപോലെ ഒരു പൈ ചാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിലിവിടെ വെജിറ്റബിൾസ്, ഇത്ര ഭാഗം റബ്ബർ, ഇവിടെ പ്ലാന്റെയിൻ, ഇവിടെ അതുപോലെ തന്നെ കോക്കനട്ട്, ഇവിടെ ടാപ്പിയോക്ക, റൈസ്, അതേഴ്സ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങൾക്ക് വേഗം ഉത്തരം എഴുതാലോ. എന്താണ് ചോദ്യം? ഫോർ വിച്ച് ക്രോപ്പ്, ഏത് ക്രോപ്പിനാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്? ഏത് ക്രോപ്പിനാണ്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏത് ക്രോപ്പിനാണ്? നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കൃഷികൾ ഒഴിച്ച് മറ്റു തരത്തിലുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ഈ യൂസ്ഡ് ഫോർ ഏത് കൃഷി ചെയ്യാനാണ്? അതേഴ്സ് അല്ലേ. അതേഴ്സ് അതായത് മറ്റു വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ചോദ്യം? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദീസ്. അതായത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ എത്രയും ഭാഗം ഇത് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും ഭാഗം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ സർക്കിളിലെ ഇതാണ് ടോട്ടൽ കൃഷിസ്ഥലമെങ്കിൽ ഇത്രയും ഭാഗം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഏങ്കിൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലെങ്ത്ത് നോക്കാം, ഏറെക്കുറെ നോക്കിയാൽ ഏകദേശം നമുക്ക് ഈ ലെങ്ത്ത് എടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഈ സർക്കിളിനെ മൊത്തം ഇതേ നീളത്തിൽ എത്ര ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ റഫായിട്ട്, അതായത് നോക്കിയാൽ ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഏറെക്കുറെ ഇവിടുന്ന് ഏറെക്കുറെ നമുക്കൊരു ഈ ലെങ്ത്ത് നമുക്ക് കൂട്ടാം അല്ലേ. ഇത്ര ലെങ്ത്ത് ഇതേ ഏറെക്കുറെ ഈക്വലല്ലോ. പിന്നെ ഇവിടെ നിന്ന് ഇത്ര ലെങ്ത്ത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം നമുക്ക് എന്താ പറയാം, ഒരു 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എന്ന് പറയാം ഇല്ലേ. ഇത് 1, പിന്നെ ഏറെക്കുറെ ഇവിടം വരെ 2, ഇവിടം വരെ 3 അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം 3ൽ ഒരു ഭാഗം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എഴുതാം അപ്രോക്സിമേറ്റ്ലി 1/3 അല്ലേ. 1/3 ഓഫ് ടോട്ടൽ ലാൻഡ്. അതായത് ആകെ കൃഷിസ്ഥലത്തിൻ്റെ 3ൽ ഒരു ഭാഗം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്. ഏത് വിളകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കുറവ് സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്? ഏറ്റവും കുറവ് സ്ഥലം ഏതിനാണ്? ഇതിൽ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഏറ്റവും കുറവ് സ്ഥലം ഏതിനാണ്? റൈസിന് അല്ലേ. ചെറിയൊരു ഭാഗം, ഇത്രയും ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നെൽകൃഷിക്കായിട്ട് ചെലവഴിക്കുന്നുള്ളൂ അല്ലേ. അതായത് അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം എന്താണ്? റൈസ്, അതായത് നെൽകൃഷിക്ക് വേണ്ടിയിട്ട്. ഇനി അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ്. അതായത് ഏകദേശം എത്ര ഭാഗം വരും, മൊത്തം കൃഷി സ്ഥലത്തിന് എത്ര ഭാഗം വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ ഭാഗം അല്ലേ, ഇത്രയും ചെറിയ ഭാഗമാണ്, അത് നമുക്ക് സർക്കിളിൽ എത്ര ഭാഗമാണ് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് നോക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതൊരു സർക്കിളാകുമ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പീസ് എന്താണ്? 4ൽ ഒരു ഭാഗമാണ് അല്ലേ.
അതായത് 1/4 ആണ്. 4 കഷ്ണമാക്കിയത് ഒരു കഷ്ണമാണ് ഇത്രയും ഭാഗം ആണല്ലോ. ഇത്രയും ഭാഗം എന്താണ്? ഈ മൊത്തം സർക്കിളിൻ്റെ 4ൽ ഒരു ഭാഗമാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ 4 പീസ് കൂടിക്കഴിഞ്ഞാൽ ഈ സർക്കിളായി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇത്രയും ഭാഗം മാത്രം നോക്കാം. റൈസിൻ്റെ ഇതേ നീളത്തിലുള്ള എത്ര പീസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ആ കിട്ടുന്ന എണ്ണത്തിൽ നാം എന്ത് ചെയ്താൽ മതി? 4 പീസുകൾ ഉണ്ട് ഇങ്ങനത്തെ അല്ലേ. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മൊത്തം എണ്ണം നമുക്ക് കിട്ടി. അതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മാർഗം. അപ്പോൾ നോക്കിയാൽ ഇതാണ് റൈസ്. അപ്പോൾ ഈ ഒരു കഷ്ണത്തിൽ ഇത്ര നീളത്തിൽ ഇതേ നീളത്തിലുള്ള എത്ര കഷ്ണം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ ഏറെക്കുറെ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കഷ്ണം അല്ലേ. അപ്പോൾ ഏറെക്കുറെ നോക്കുമ്പോൾ നമുക്കൊരു 15 ഇതേ നീളത്തിലൊരു 15 കഷ്ണം ഇവിടെ നിന്ന് തന്നെ ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കഷ്ണം കൂടി ആകുമ്പോൾ എത്ര വരും? 30. ഇതാവുമ്പോഴോ 30ഉം 15 45. പിന്നെ ഇതും കൂടി ആകുമ്പോഴോ 60 അല്ലേ. അതായത് 60 കഷ്ണമാക്കിയാൽ ഒരു ഭാഗമാണ് ഇത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എളുപ്പത്തിനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ സർക്കിൾ മൊത്തം നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 4ൽ ഒരു ഭാഗം എടുത്തു. ആ ഒരു ഭാഗത്ത് ഇതേ നീളത്തിലുള്ള എത്ര പീസുകൾ ഏറെക്കുറെ കിട്ടുന്നുണ്ടോന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഏറെക്കുറെ എണ്ണി വരുമ്പോൾ നമ്മളൊരു ലെവൽ നോക്കിയിട്ട് ഒരു ഉദ്ദേശം വെച്ച് നമുക്ക് എണ്ണി വരുമ്പോൾ ഏറെക്കുറെ 15 പീസോടെ നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും എന്ത് വരും? ഒരു 15 പീസ് വരും അല്ലേ. അതേപോലെ ഇവിടെയും ഒരു 15 പീസ് വരും, ഇവിടെയും ഒരു 15 പീസ് വരും. അതായത് മൊത്തം ഇതേ രൂപത്തിലുള്ള 60 പീസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ. അപ്പോൾ 60 കഷ്ണത്തിൽ ഒരു ഭാഗമാണ് റൈസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 60ൽ ഒരു ഭാഗം 1/60 ഓഫ് ടോട്ടൽ ലാൻഡ്. അതായത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ 1/60 ഭാഗം ഏറെക്കുറെ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈ യൂസ്ഡ് ഫോർ റബ്ബർ? ടോട്ടൽ കൃഷിസ്ഥലത്തിന്റെ എത്ര ഭാഗമാണ് റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്? അപ്പോൾ നോക്കിയേ, ഇതാണ് റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അല്ലേ, ഇത്രയും ഏരിയ. അപ്പോൾ മൊത്തം കൃഷിസ്ഥലത്തിന്റെ എത്ര ഭാഗമാണ് ഈ റബ്ബറിന് വേണ്ടി ചെലവാക്കുന്നത്? എത്ര ഭാഗമാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നോക്കാം. ഈ മൊത്തം സർക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏരിയയുള്ള എത്ര ഭാഗമാക്കി മാറ്റാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഈ ലെങ്ത് എടുത്താൽ മതി, ഈ ലെങ്ത്. അപ്പോൾ ഈ നീളത്തിലുള്ള എത്ര പീസ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ ഏറെക്കുറെ ഈ നീളം ഇവിടം വരെ എത്തിയല്ലേ. പിന്നെ നമുക്ക് നോക്കിയേ ഇവിടം വരെ, അപ്പോൾ 2 പീസായി. ഇനി ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ 3 പീസായി. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു 4 പീസായി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 5 പീസ് അല്ലേ. അപ്പോൾ ഈ നീളത്തിലുള്ള 1 2 പിന്നെ 3 4 5 അല്ലേ. അപ്പോൾ ഈ അളവിലുള്ള ഒരു 5 പീസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കെന്ത് പറയാം? 5ൽ ഒരു ഭാഗം അല്ലേ. അതായത് 5ൽ ഒരു ഭാഗം റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 1/5, 5ൽ ഒരു ഭാഗം ഓഫ് ടോട്ടൽ ലാൻഡ്. അതായത് ആകെ കൃഷിസ്ഥലത്തിൻ്റെ 1/5 ഭാഗം റബ്ബറിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ്, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 20 യൂസ് ദി സ്കൂൾ ബസ്, 20 കുട്ടികൾ എന്താണ് സ്കൂളിലെ ബസ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെയോ 15 വാക്ക് ടു ദി സ്കൂൾ, 15 പേര് എന്ത് ചെയ്യുന്നു? നടന്നുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത്. ആൻഡ് 5 റൈഡ് ബൈസിക്കിൾസ് ടു സ്കൂൾ, 5 കുട്ടികൾ സൈക്കിൾ ഉപയോഗിച്ചാണ് സ്കൂളിലേക്ക് വരുന്നത്. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒരു പൈ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൈ ചാർട്ട് വരയ്ക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആകെ 40 കുട്ടികളുണ്ട് അല്ലേ. അതായത് ടോട്ടൽ സ്റ്റുഡൻസ് 40. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ, അതിൽ 20 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? 20 കുട്ടികൾ സ്കൂൾ ബസ് ഉപയോഗിച്ചാണ് സ്കൂളിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ അടുത്തത് എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് യൂസ് സ്കൂൾ ബസ് = 20. സ്കൂൾ ബസ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 20 കുട്ടികൾ അല്ലേ. അപ്പോൾ 40 കുട്ടികളിൽ 20 കുട്ടികൾ സ്കൂൾ ബസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നാം ഒരു പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചിട്ട് ഓരോന്നിൻ്റെയും നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തിരിച്ച് വരയ്ക്കണം അല്ലേ.
അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിയെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അത് പ്രൊപ്പോർഷനായിട്ട് നമ്മളിങ്ങനെ തിരിക്കണം വേണ്ടേ. ഇവിടെ 40 കുട്ടികളിൽ 20 കുട്ടികൾ എങ്ങനെ വരുന്നുണ്ട്? ബസ്സിനാണ് വരുന്നത് അല്ലേ. അതായത് 20/40. 40 കുട്ടികളിൽ 20 കുട്ടികൾ ബസ്സിന് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360നെ 20/40 എന്ന നിലയിൽ നമ്മൾ ഭാഗിക്കണം. അപ്പോൾ അത്രയും ഭാഗമായിരിക്കും എന്തിനു പോകാം? അതായത് സ്കൂൾ ബസ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കേണ്ടി വരാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കിട്ടണമെങ്കിൽ, അതായത് കോണ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നാം 360 മൊത്തം ഡിഗ്രി. അപ്പോൾ 360നെ അതായത് 360ന്റെ 20/40 ഭാഗം നമ്മൾ കാണണം. അപ്പോൾ അത് മനസ്സിലായില്ലേ? സീക്വൽ ടു ഇവിടെ നോക്കിയാൽ ഈ 40 ഒരു 0, 360 0, 2 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് വരും? ഇനി 36 മുകളിലുണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നോക്കിയാൽ 36 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. എത്ര പ്രാവശ്യം പോകും? 9 4 36 അല്ലേ. അപ്പോൾ 9 പ്രാവശ്യം. അപ്പോൾ 4നെ നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്തു 9 പ്രാവശ്യം ഇല്ലേ. ഇനി ബാക്കി എന്തോന്ന് മുകളിൽ? 9 × 20. 9 × 20 എന്ന് വെച്ചാൽ 9 × 2 18, പിന്നെ ഒരു 0 അല്ലേ. അപ്പോൾ 180. അപ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ടു സ്കൂൾ ബൈ വാക്കിംഗ്. ഗോയിങ് ടു സ്കൂൾ ബൈ അതായത് നടന്നുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം. എത്ര കുട്ടികൾ നടന്നു പോകുന്നുണ്ട്? 15 കുട്ടികൾ അല്ലേ. 15 കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അതായത് 40 കുട്ടികളിൽ 15 കുട്ടികൾ അല്ലേ. അതായത് 15/40. ക്ലിയർ ആയില്ലേ? 40 കുട്ടിയിൽ 15 കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നമുക്ക് എങ്ങനെ കാണാം? ആംഗിൾ കോൺ എങ്ങനെ കാണും? നമുക്ക് ഈ 360നെ ഇതേ രീതിയിൽ നമ്മൾ ഭാഗിക്കണം അല്ലേ. അതായത് 360ന്റെ 15/40 കാണണം ഇതേപോലെ തന്നെ. അപ്പോൾ 360നെ നമ്മൾ × 15/40. അപ്പോൾ നിങ്ങൾക്ക് 0 0 നേരത്തെ ചെയ്തു അതേപോലെ തന്നെ 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 4 36 എത്ര പ്രാവശ്യം? 9 × 4 36. അപ്പോൾ 9 കിട്ടി അല്ലേ. ഇനി 9 × 15. 9 × 15 എത്രയാണ്? 9 × 10 90, 90 45 അല്ലേ. അതായത് 135. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഗ്രി കിട്ടി 135 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി എന്താണിത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതേപോലെ തന്നെ എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ടു സ്കൂൾ ബൈ ബൈസിക്കിൾ. അതായത് സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്ര പേരുണ്ട്? 5 പേര് അല്ലേ. 5 പേര്. അതായത് എത്ര വരും? 5/40. 40 കുട്ടികളിൽ 15 കുട്ടികൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നേരത്തെ കണ്ട പോലെ കാണാം. ആംഗിൾ എങ്ങനെ വരും? ആംഗിൾ സീക്വൽ ടു 360നെ 360 × 5/40. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. പിന്നെ 4നെ നമുക്ക് 36, 9 4 36 അല്ലേ. അത് ഇനി 9 × 5 9 5 45. അപ്പോൾ 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ 360നെ 180 135 45 എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തു അല്ലേ. 45 35 180 180 180 360 അല്ലേ. അപ്പോൾ ഓക്കെ ആയി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പൈ ചാർട്ട് വരയ്ക്കാം അല്ലേ. അപ്പോൾ നല്ല ആദ്യം നമുക്കൊരു സർക്കിളൂടെ വരയ്ക്കാം. അപ്പോൾ ഈ വര ഇങ്ങോട്ട് എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു വര വരച്ചു. ഇനി എന്ത് വേണം? ഇനി ആദ്യത്തെ ഇപ്പോൾ സ്കൂൾ ബസ്സിൽ പോകുന്ന സ്റ്റുഡൻസ് എത്രയാണ്? 20 പേര് അല്ലേ. അതായത് ഇപ്പം ഇതിൻ്റെ പൈ ചാർട്ടിലെ ആംഗിൾ എത്ര വരും? അതിന് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ആംഗിളാണ് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 180 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് എടുക്കുക. അപ്പോൾ ഈ പോയിന്റ് എടുക്കുന്നതിന് പകരം നമുക്കറിയാം എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ 180 ആണ് അല്ലേ. അപ്പോൾ സംശയമുള്ളവരെന്ത് ചെയ്യുക? മട്ട ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നുമായിട്ട് 180 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താം. അതായത് ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെ വന്ന് 180 ഡിഗ്രി ഈ പോയിന്റ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം എന്തിനുള്ളതാണ്? ഇത്രയും ഭാഗം അതായത് സ്കൂൾ ബസ് ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലേ.
ബസ്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ടു സ്കൂൾ ബൈ വാക്കിംഗ്, നടന്നു പോകുന്ന കുട്ടികൾ എത്രയാണ്? 15 കുട്ടികൾ അല്ലേ. അവർ ആംഗിൾ എത്രയാണ്? 135 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇനി ഇവിടെ നിന്ന്, ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ്, ഇവിടെ നിന്ന് 135 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തിട്ട് അവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ലൈനിൻ്റെ കറക്റ്റായിട്ട് ഈ ലൈനിൽ വെച്ചു. ഇനി 0 ഇങ്ങനെ ആംഗിൾ കൂടി വരുന്നു, വന്ന് അതാതെ 135 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 135 ഡിഗ്രി വരുന്നത്. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. അപ്പോൾ ഇത്രയും ഏരിയ എന്തിനുള്ളതാണ്? അതായത് നടന്നു വരുന്ന കുട്ടികൾ അല്ലേ. അപ്പോൾ അതായത് വാക്കിംഗ്, നടന്നു വരുന്ന കുട്ടികൾ. ഇനി ബാക്കി ഈ ആംഗിളോ? ബൈസിക്കിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈ ചാർട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ആംഗിൾ എടുക്കൽ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതുന്നതിന് പകരം ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ യെല്ലോ കളർ കൊടുക്കുകയാണെങ്കിൽ ഇത് യെല്ലോ കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ യെല്ലോ കളർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എഴുതാം അത് ബസ്. ഇനി ഇതിപ്പോൾ റെഡ് ആണെങ്കിൽ ഇങ്ങനെ റെഡ് കളർ ഇവിടെ കൊടുത്തിട്ട് അത് എഴുതാം വാക്കിംഗ്, നടന്നു പോകുന്നവർ. ഇനി ഇതിപ്പോൾ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ ഗ്രീൻ കളർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം എഴുതാം ബൈസിക്കിൾ. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മുടെ പൈ ചാർട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നെ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കളർ മാത്രം കൊടുത്താൽ മതി. അതേ കളർ നമ്മളിവിടെ എഴുതാം. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? ഇൻ എ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ് ഇൻ എ മാത്ത് ടെസ്റ്റ്, 40% ഗോട്ട് ബി ഗ്രേഡ്, 20% ഗോട്ട് സി ഗ്രേഡ് ആൻഡ് ദി റിമൈനിങ് ഡി ഗ്രേഡ്. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ്. അതായത് ഒരു ക്ലാസ്സിലെ മാത്സ് ടെസ്റ്റ് പേപ്പറിന് എന്ത് കിട്ടി? 25% കുട്ടികൾക്ക് എ ഗ്രേഡ്, 40% കുട്ടികൾക്ക് ബി ഗ്രേഡ്, 20% കുട്ടികൾക്ക് സി ഗ്രേഡ്, ബാക്കിയുള്ള കുട്ടികൾക്ക് ഡി ഗ്രേഡ്. അപ്പോൾ അതിൻ്റെ ഒരു പൈ ചാർട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ചെയ്ത പോലെ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം എ ഗ്രേഡ്. എ ഗ്രേഡ് എത്ര കുട്ടികൾക്ക് കിട്ടി? 25% കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി അല്ലേ. ഇനി ബി ഗ്രേഡോ? ബി ഗ്രേഡ് 40% കുട്ടികൾക്ക്. ഇനി സി ഗ്രേഡ് 20% കുട്ടികൾക്ക് അല്ലേ. ഇനി ഡി ഗ്രേഡോ? ബാക്കിയുള്ള കുട്ടികൾ അല്ലേ. അപ്പോൾ എത്ര ശതമാനം വരും? ഇവിടെ 25ഉം 45 കൂടി കൂട്ടി കഴിഞ്ഞാൽ 65, 65ഉം 20, 85 അല്ലേ. അപ്പോൾ 85% കഴിഞ്ഞു. ബാക്കി 100 എത്ര ഉണ്ട്? ബാക്കി 15% അല്ലേ. അപ്പോൾ 15%. അതായത് 100 മൈനസ് 85 അല്ലേ. അതായത് 15%. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കറിയാം ഒരു പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ആംഗിളുകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എത്ര ആംഗിളിൽ വെച്ച് വരയ്ക്കണം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എ ഗ്രേഡ് കിട്ടി 25% കുട്ടികൾ അല്ലേ. അപ്പോൾ നാം എന്ത് വേണം? 360. ഇവിടെ നമുക്ക് കൃത്യമായി ശതമാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് 360 ഒരു സർക്കിളിലെ മൊത്തം ആംഗിൾ. അപ്പോൾ 360ന്റെ 25% എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്ര വരും? 360ന്റെ 25%. അതൊക്കെ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി 36 × 25 എന്ന് പറഞ്ഞാൽ 900 അല്ലേ. അപ്പോൾ നമുക്ക് 900 കിട്ടും. 900/10 അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് കിട്ടും. ബാക്കി എന്ത് വരും? 90 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി 90 ഡിഗ്രി. ഒന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ബി ഗ്രേഡ് 40% പേർക്ക്. അപ്പോൾ ആംഗിൾ കാണണം. എന്ത് വരും? 360ന്റെ 40%. 360 × 40/100. ഈ 0 ക്യാൻസൽ ചെയ്തു. ഈ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 36 × 4 അല്ലേ. അപ്പോൾ 6 4 24ക്ക് 4. ബാക്കി 2 4 3 12 2 14. അപ്പോൾ ഇവിടെ 144 ഡിഗ്രി. അതും കഴിഞ്ഞു അല്ലേ. ഇനി സി ഗ്രേഡിൻ്റെ ആംഗിൾ എത്ര വരും? 360ന്റെ 20% അല്ലേ. അപ്പോൾ 360 × 20/100. 0 ക്യാൻസൽ ചെയ്തു. ഈ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? 36 × 2. 36 × 2 എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ്? ഡി ഗ്രേഡ് അല്ലേ. അപ്പോൾ ഡി ഗ്രേഡ് നമ്മൾ ആംഗിൾ കാണുന്നില്ല. കാരണം എന്താ? ഈ സർക്കിൾ വരച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം എത്രയാണോ അത് ഡി ഗ്രേഡിനുള്ളതാണ് അല്ലേ.
എങ്കിലും നമുക്ക് വെറുതെ കണ്ടു നോക്കാം. അതിൻ്റെ ആംഗിൾ എത്ര വരും? ഡി ഗ്രേഡിൻ്റെ ആംഗിൾ ഈക്വൽ ടു 360. ഇത് ശരിക്കും കാണേണ്ട കാര്യമില്ല അല്ലേ, ബാക്കി നമുക്ക് കിട്ടുന്ന ആംഗിളാണ് അതിൻ്റെ ആംഗിൾ. എങ്കിലും നമ്മൾ 360 ഇൻറ്റു 15/100. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് വരും? 36 ഇൻറ്റു 15 അല്ലേ, 36 ഇൻറ്റു 15. 6 30 0 3 5 15 3 18. പിന്നെ ഇവിടെ 36. അപ്പോൾ 0 8 6 14 4 ബാക്കി 1 1 5. അപ്പോൾ 540 കിട്ടി. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു സ്ഥലം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 54 ഡിഗ്രി. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണമെന്ന് കൂട്ടി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഇവരുടെ ആംഗിളുകൾ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു സർക്കിൾ വരയ്ക്കാം അല്ലേ. സൈക്കിൾ വരച്ചിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ഒരു സർക്കിൾ വരച്ച് ദേ ഇവിടെ സെൻട്രൽ പോയിന്റ്, സെൻട്രലിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ത് വേണം? എ ഗ്രേഡിന് 25%, അതായത് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 90 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയത് ഇങ്ങനെ പോകുന്നു ഇവിടെ 90 ഡിഗ്രി ഇവിടെ പോയിന്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ എ ഗ്രേഡിൻ്റെ കാര്യം കഴിഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ചു. ഇതാണ് എ ഗ്രേഡ്. ഇനി അടുത്ത ബി ഗ്രേഡ് അല്ലേ. അത് എത്രയാണ്? 40%, അതായത് 144 ഡിഗ്രി അല്ലേ. അപ്പോൾ എന്ത് വേണം? ഇവിടെ നിന്ന് ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ 144 ഡിഗ്രി മെഷർ ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ലൈൻ കറക്റ്റ് ആയിരിക്കുന്നത് 0 കണ്ടില്ലേ, 0. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 144 ഡിഗ്രി വന്ന് 130 140 144 ഇവിടെ വരും പോയിന്റ്, അതായത് ഇതാണ് പോയിന്റ്. ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ അതേ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഏരിയ എന്താണ്? അത് ബി ഗ്രേഡ്. ഇനി അടുത്ത സി ഗ്രേഡ് എത്രയാണ്? 20%, അതായത് 72 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 72 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, ഈ ലൈൻ കറക്റ്റായിട്ട് ഈ ലൈൻ മുട്ടുക അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ 72 ഡിഗ്രി ഇങ്ങനെ പോയി 50 60 70 72 ഇവിടെ എത്തി പോയിന്റ്. അപ്പോൾ ഇതാണ് 72 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മളിത് യോജിപ്പിച്ചു. അപ്പോൾ യോജിപ്പിച്ചു. ഇതാണ് സി ഗ്രേഡ്. ഇനി എന്താണ്? ഇനി ബാക്കിയുള്ളതാണ്. അത് എത്ര ഉണ്ടായിരിക്കും? ഇത് 54 കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 54 ഡിഗ്രി തന്നെ ഇതുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? അത് ഡി ഗ്രേഡ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എ ഗ്രേഡ് ബി ഗ്രേഡ് അങ്ങനെ എഴുതണ്ട. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വ്യത്യസ്ത കളർ, ഇപ്പോൾ റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ 4 വ്യത്യസ്ത കളർ കൊടുക്കുക. ഇനി ഇവിടെ ഇപ്പോൾ റെഡ് കളർ ആണെങ്കിൽ നമ്മളിവിടെ റെഡ് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അവിടെ എഴുതാം ഏതാണ്? എ ഗ്രേഡ്. ഇനി ഇതിപ്പോൾ ഗ്രീൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ കളറിൽ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എഴുതാം ഇത് ബി ഗ്രേഡ്. മനസ്സിലായില്ലേ? ഇനി ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണെങ്കിൽ ബ്ലൂ കളറിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് സി ഗ്രേഡ്. ഇത് ഇപ്പോൾ ഓറഞ്ച് കളറാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ കളർ കൊടുത്തിട്ട് ഇത് ഡി ഗ്രേഡ്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പൈ ചാർട്ട്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്കൂളുകളിലും ഈ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർ അതൊക്കെ പ്രയോജനപ്പെടുത്താം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ എല്ലാ ചാപ്റ്ററുകളും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല വണ്ണം പഠിക്കുക, നല്ല മാർക്കും വാങ്ങും. അപ്പോൾ ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ പുതിയ പാഠങ്ങളുമായി വീണ്ടും കാണാം.